വെട്ടിയറയുടെ ലേഖന സമാഹാരമായ നാലുകെട്ടിലെ ജൈവബന്ധങ്ങൾ, അതുപോലെ തന്നെ ഈ നോവൽ, ഇത് രണ്ടും വായിക്കാൻ കഴിയും. അന്ന് രാമചന്ദ്രൻ നിലവാരം ക്ഷണിക്കുന്ന സമയത്തൊന്ന് സൂചിപ്പിച്ചിരുന്നു, സുനിലിന് നല്ല സുഖമില്ല എന്നുള്ള കാര്യം. എത്ര ഗൗരവതരമായ ഒരവസ്ഥയിലാണ് എന്ന് തീരെ കരുതി ഈ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയും ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഇവിടെ വരുമ്പോൾ പോലും എൻ്റെ പ്രതീക്ഷ. എന്തായാലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് കഴിയുന്നതും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ സുനിൽ വെട്ടിയറ സാറിൻ്റെ ആത്മായനങ്ങളുടെ നാട് എന്ന പുസ്തകത്തിൻ്റെ ഉദ്ഘാടന പ്രകാശന ചടങ്ങിൻ്റെ ഔപചാരിക വേളയിലാണ് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്. അതിലുപരി ഞാൻ ആദ്യമായി ഒരു ക്ഷമാപണം നടത്തുകയാണ്. എല്ലാവരോടും ഈ ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുമ്പോൾ സുനിൽ വെട്ടിയറ സാറിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് ഇതിൽ എനിക്ക് മറുപടിയായിട്ട് പറയുകയുണ്ടായി, സാറിന് വരുമ്പോൾ കാണാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാറിനെ കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. സാർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കൊട്ടിയത്തുണ്ട്. സാറിന് ദീർഘകാലമായി അർബുദ രോഗത്തിന് അടിമയായ അദ്ദേഹം അമൃത ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത്. ഈ പുസ്തക ചടങ്ങ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആയ കലവാരൻ സാറ്, നമ്മൾ മോഹൻദാസ് സാറ്, ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ഈ പുസ്തക ചടങ്ങ് നടത്തണമെന്ന് അദ്ദേഹം കൂടി ചേർന്നാണ് നടത്തണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ ചടങ്ങിലേക്ക് എത്തിപ്പെടുന്ന ഈ ദിവസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് അതിന് സാധിക്കാത്ത ഒരു കണ്ടീഷൻ. അത് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ എത്തിയതും നഴ്സിംഗ് കെയറോടുകൂടി അദ്ദേഹത്തെ അവിടെ പരിചരിച്ച് ഈ വേളയിൽ ഇവിടെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിരുത്തണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ദിവസം അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ക്ഷമാപണമായി നിങ്ങൾ സ്വീകരിക്കാം. പ്രമുഖർ ഇവിടെ വേദിയിലിരിക്കുമ്പോൾ ആ പുസ്തകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നത് അനവസരത്തിലായി പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നത്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സുദിലി പുണ്യസാനി പുസ്തകം ആത്മായനങ്ങളുടെ നാട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൻ്റെ മുഖവില എന്ന് പറയുന്നത് 650 രൂപയാണ്. പുസ്തക പ്രകാശന ചടങ്ങിനോടൊപ്പം ആ പുസ്തകത്തിൻ്റെ വിൽപ്പനയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേക ഓഫർ എന്നുള്ള രൂപത്തിൽ 500 രൂപയ്ക്കാണ് ആ പുസ്തകം വിൽപ്പന നടത്തുന്നത്. താല്പര്യമുള്ളവർ കഴിയുന്നവർ ആ പുസ്തകം വാങ്ങി സഹകരിക്കണമെന്ന് എൻ്റെ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുക. 2015 യഥാർത്ഥത്തിൽ സുനിൽ വെട്ടിയറ ഈ പുസ്തകം എഴുതി തുടങ്ങി. ഏകദേശം 11 വർഷങ്ങളെടുത്തു ഈ പുസ്തകം പൂർത്തീകരിക്കുക. യഥാർത്ഥത്തിൽ സുനിൽ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ്. സുനിലിൻ്റെ സ്വാഭാവികമായ സാഹിത്യ മേഖല എന്ന് പറയുന്നത് വിമർശനമാണ്. വളരെ മനോഹരമായ ഭാഷയിൽ നിരീക്ഷണാത്മകമായ രീതിയിൽ സാഹിത്യ വിമർശനം നടത്തുന്ന ഒരാളാണ്. എൻ്റെ നിറവിട മൂവ് എന്ന നോവലിൽ തന്നെ വളരെ മനോഹരമായ ഒരു ലേഖനം എഴുതുകയും അത് കലാമത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് തന്നെ സ്വാഭാവികമായ സാഹിത്യ മേഖലയായ വിമർശന രംഗത്ത് നിന്ന് അദ്ദേഹം നോവലിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ ആത്മകഥാംശമുള്ള ഒരു നോവൽ എഴുതുക എന്നുള്ളത് തൻ്റെ ഒരു അഭിലാഷമാണെന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രീ സുനിൽ വെട്ടിയറെ 2000 പരിചയപ്പെടുന്നത്. വർക്കല സഹൃദയ വേദിയിൽ വെച്ചാണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്.
പിന്നീട് അദ്ദേഹം ഇവിടെ ഈ പാരിപ്പള്ളിയിൽ പ്രണവം ആർട്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ട് വരികയും ഏതാണ്ട് 35ഓളം പ്രതിമാസ പരിപാടികൾ അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു. കുളമട ജംഗ്ഷനിലുള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഈ പരിപാടിയൊക്കെ നടത്തിയിരുന്നത്. ഈ 35 പരിപാടിയിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. സുനിൽ വെട്ടിയറ പലപ്പോഴും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചായയും വാഴയ്ക്കപ്പും ഒക്കെ വാങ്ങി തന്നു. സുനിൽ വെട്ടിയറയുടെ ആത്മായനങ്ങളുടെ നാടെന്ന നോവൽ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കവി സംഗമമാണ് ഇവിടെ സമാരംഭിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കവി സുഹൃത്തുക്കൾക്കും പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ പേരിലും നമ്മുടെ ഈ കവി സമ്മേളനത്തിൻ്റെ പേരിലും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ പുസ്തകം ആത്മായനങ്ങളുടെ നാട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ സുനിൽ വെട്ടിയറയ്ക്കും പുസ്തകത്തിനും എല്ലാവിധത്തിലുള്ള ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. വളരെ ചെറിയ ഒരു കവിത ചൊല്ലി അവസാനിപ്പിക്കാം, ഈ ഉദ്ഘാടനം നിർവഹിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം വളരെ കുറവ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുകൊണ്ട് ചെറിയ കവിത ആണ് ചൊല്ലുന്നത്. ഈ കവിതയുടെ പേര് ജന്മം എന്നാണ്. മഴ പോൽ വന്നൊരു തണുവേകും ചുംബന പുഴയാകുമെങ്കിൽ ജന്മം പോലും ഒഴുകുന്ന വഞ്ചിയിൽ സാമോദമായി തുഴയെറിയും യാത്രയായി മാറുമല്ലോ. കോതി കടം കൊണ്ടേ കടന്നു പോയുള്ളതാം കൊതി തീര ബാല്യത്തിളക്കത്തിനപ്പുറം. കവിത നിസ്തന്ദ്ര ദീപ്തി. നിസ്തന്ദ്ര ദീപ്തി. ഇടരാർന്ന വഴികളിലെങ്കിലും മുഗ്ധചേതസ ജീവിത സൗഗന്ധികങ്ങളെ പുണരണം നാം. എത്രയോ ഭാസുര സങ്കല്പവീഥികൾ, എത്രയോ സാർത്ഥക മോഹപുഷ്പങ്ങൾ. അവരിന്നലെ പോയതല്ലേ വളപ്പട്ടണം കണ്ടു ഞാൻ മല കയറുമ്പോൾ. ചൂരവും കടന്നു പോയവർ പിന്നെ. അവൻ വരും, വരാതിരിക്കില്ല. അതുവരെ കാത്തിരിക്കുവാനാകില്ല. അവൻ വരും, വരാതിരിക്കില്ല. അതുവരെ കാത്തിരിക്കുവാൻ ആകില്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹൃദയം നടുക്കടലിൽ മുങ്ങിത്താഴുന്ന കിളിക്കുഞ്ഞിനെ പോലെ ശ്വാസത്തിനായി കേഴുകയാണ്. കവിക്ക് നന്ദി. ആരൊരാളാരോ കവിയതാരോ വാക്കുകൾ ചേർത്തെൻ്റെ ചിന്തകൾ കോറിയിട്ട ഓരോ നിറം കൊടുത്തോരോ പദം കൊടുത്ത് എങ്ങനെ എന്നെ എന്നൊളിമ മറഞ്ഞിതോ. കവിതേ കലാദേവി തനയെ ത്യജിച്ചുവോ. കരുതലായി കാത്തൊരി ദാസനാമെന്നെ നീ. കവിതേ കലാദേവി തനയെ ത്യജിച്ചുവോ. കരുതലായി കാത്തൊരി ദാസനാമെന്നെ നീ. അറിവിൻ മിസൈൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. അഗ്നിച്ചിറകുമാൻ മിസൈൽ പറവയിൽ ലക്ഷ്യത്തിലെത്തിച്ച കർമ്മയോഗി. നാമയുഗ ഭാരത ദേശീയ പക്ഷിയായി മിസൈൽ ഒരുക്കിയ ശാസ്ത്രശില്പി. മരണമാം കോമാൻ അശോകൻ കൈ. ജീവിതമെന്നതോ കൺമുന്നിലെരിയുന്ന
അസ്ഥിരമായൊരു നീർക്കുമീള ഏതു നിമിഷവും മടയുന്ന ദീപമായി ചാരത്തു ചേർന്നു നീ ഒപ്പം ഈ യാത്ര. കവിതയുടെ പേര് മുഴങ്ങുന്ന ശബ്ദങ്ങൾ. നാദം, പുതിയൊരു നാദം. ഇവിടെ മാറ്റത്തിൻ്റെ മുഴക്കം കേട്ടൊരു നാളിൽ എന്നുടെ ഹൃദയത്തിൽ തുടികൊട്ടിയ മേളം. നാദം, പുതിയൊരു നാദം. ഇവിടെ മാറ്റത്തിൻ്റെ മുഴക്കം കേട്ടൊരു നാളിൽ എന്നുടെ ഹൃദയത്തിൽ തുടികൊട്ടിയ മേളം. വഴിപിഴച്ച ജീവിതം. ഈ മരച്ചോട്ടിലാണ് സ്നേഹമാരംഭം എന്നൊരു വിട്ടതിന്നോർമ്മ വന്നു. ശാപമേറ്റി സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ മോചിതനായേൻ ജീവിതത്തിൽ. ഈ മരച്ചോട്ടിലാണ് സ്നേഹമാരംഭം എന്നൊരു വിട്ടതിന്നോർമ്മ വന്നു. ശാപമേറ്റി സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ മോചിതനായേൻ ജീവിതത്തിൽ. പാഴായ എൻ ജന്മമാർക്കു വേണമിനി പാഴായി നടക്കുന്നു ആർക്കോ വേണ്ടി. എത്ര ശോഭിതമെൻ്റെ പൂർവിക ക്ഷേമമാർന്ന ചരിതം മഹാവനം. നിത്യഹരിത തൃണങ്ങളാലേ മസൃണമായിരുന്നവനം. എത്ര ശോഭിതമെൻ്റെ പൂർവിക ക്ഷേമമാർന്ന ചരിതം മഹാവനം. സമത്വത്തിൻ കൊടിപാറും ചുടുകാട്ട് അനവധി പേരുടെ ചാരമുണ്ടിവിടെ. സമത്വത്തിൻ കൊടിപാറും ചുടുകാട്ട് അനവധി പേരുടെ ചാരമുണ്ടിവിടെ. കണ്ടു മതി വരാത്തൊരാ വിവാദത്തെ കൗതുകത്തോടെ നോക്കിയിരുന്നു. കാലം മറയ്ക്കാത്ത പ്രണയവും കനവു തേടുന്ന കനവുകളും മഞ്ഞുകണങ്ങളെ പോലെ കരം പിടിച്ചെൻ്റെ ഉള്ളിലായി. ആരാണക്കരതിന്നൻ ഭൂമിയെ മാടി വിളിക്കുന്നു. ആരാണക്കരതിന്നൻ ഭൂമിയെ മാടി വിളിക്കുന്നു. ഉടുപ്പെല്ലാം മുഷിഞ്ഞമ്മേ മനക്കണ്ണിൽ പടർന്നു. ഉടുപ്പെല്ലാം മുഷിഞ്ഞമ്മേ മനക്കണ്ണിൽ പടർന്നു. കനവുകൾ കരിവുകൾ. ഉടുപ്പെല്ലാം മുഷിഞ്ഞമ്മേ മനക്കണ്ണിൽ പടർന്നമ്മേ. ഒരു നാളിൻ കനവുകൾ കരിവുകൾ. ദൈവത്തിൻ്റെ പെൻസിൽ. അവൾ ദൈവത്തിൻ്റെ പെൻസിൽ. മനസ്സിൻ്റെ വർണ്ണങ്ങളെല്ലാം അറിയുന്നവൾ. സത്യത്തിൻ്റെ കാമ്പിൽ ചൂഴ്ന്നിറങ്ങുന്നവൾ. വേദനയുടെ കയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നവൾ. മനുഷ്യ നിഗൂഢതകളിൽ എത്തപ്പെടുന്നവൾ. നിഷേധിയാണ് അവർക്ക് അവൾ. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള നിഷേധി. നാക്ക് അവളുടെ അസ്ത്രം. മനസ്സ് അളക്കാനാവാത്ത ആവനാഴി. എല്ലാ നിശബ്ദതകളെയും പൊട്ടിച്ചെറിഞ്ഞ് ശബ്ദാനമാകുന്ന ബീജികളെ ചിന്തയുടെ ബോധത്തിലേക്ക് ഉയർത്തുന്നവൾ. നേർക്കാഴ്ചയുടെ ഭ്രാന്ത് ഒരു കലയാണ്. അപ്പം ജയസാറിനെയും ശോഭനയുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ജയസാറിനെ കുറിച്ച് എഴുതാം. ഓർമ്മയിൽ ഒരു ജയതാരം. ജയ ജയ താരമേ പ്രിയങ്കരനേ, കൊല്ലം നാടിൻ്റെ പ്രിയതോഴനേ,
ജയ ജയ താരനെ പ്രിയങ്കരേ, കൊല്ലം നാടിന്റെ പ്രിയതോഴനെ, തേവള്ളിയോലയിൽ പൊന്നച്ചും വീടിന്റെ മണത്തരി മുറ്റത്ത് ഓടിക്കളിച്ചു വളർന്നയാൾ പാടി ഇന്നുമുണ്ടോ? ഉറുമ്പുകൾ ഉറങ്ങുന്നില്ല, ഉറുമ്പുകൾ ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിരാവിലെ തണുത്ത കട്ടക്കാപ്പിക്ക് ചുറ്റും വട്ടത്തിൽ വിറങ്ങലിച്ച ശവശരീരത്തിൽ ഗവേഷണം നടന്നു. ഉറുമ്പുകൾ ശ്വസിക്കാറുണ്ട്, ഗന്ധമറിയുന്നത് അതുകൊണ്ട്. മലയെ തുറക്കാനും കൃതിയെ പുലരാനും അനുവാദം കാട്ടിലും കേട്ടിലും കമനീയമായ കാലത്തിലും കടന്നു വെച്ചു.